ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പ്ലാസ്റ്റിക് കവറിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ മോരുകറി എല്ലാം ഉണ്ടാക്കി അത് കടുകെല്ലാം താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ മോരുകറീനെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഇതിൽ ഓൾറെഡി നമ്മൾ മോരൊക്കെ ഒഴിച്ച് തേങ്ങ അരപ്പെല്ലാം ചേർത്ത് വെച്ചുള്ള കറി തന്നെയാണ്. എന്നാലും നമ്മൾ 2 ടേബിൾ സ്പൂണോളം വരുന്ന രീതിയിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം പുളി കുറഞ്ഞ തൈരാണ്, ഒത്തിരി പുളിയുള്ള തൈരല്ല കേട്ടോ. എന്നിട്ട് ലൈറ്റായിട്ട് തണുപ്പുണ്ട്. എന്നിട്ട് ഈ തൈര് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരിലെ കട്ടെല്ലാം ഉടയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചോറിനെല്ലാം ഒന്ന് ഒഴിച്ച് കഴിക്കാം. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയുള്ള മോരുകറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്സിലേക്ക് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്ന സെൽഫോൺ ആയാലും ശരി, മറ്റെന്തെങ്കിലും തിങ്സ് ആണെങ്കിലും ചാർജ് ചെയ്യുന്നതിന് 2 ടൈപ്പ് ചാർജർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരേ അഡോപ്റ്ററിൽ 2 ചാർജർ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ചാർജർ ഒരു ഡാറ്റ കേബിൾ ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും ഒരേ സെൽഫോൺ അല്ലെങ്കിൽ ഒരു അഡാപ്റ്ററിൽ നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലത്തെ കേബിൾ ടൈ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഡാറ്റ കേബിളില്ലേ, അതിലിതേപോലെ ഇതൊന്ന് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ കേബിളിൻ്റെ 2 അറ്റത്തും വരുന്ന രീതിയിൽ ഞാൻ ഇതിപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ അഡോപ്റ്ററിലുള്ളതും നമ്മുടെ സെൽഫോണിലുള്ളതും മാറാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതേപോലെ നൈൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചാർജറിൻ്റെ മോൾ ഭാഗം നോക്കിയാലും പിന്നെ അതേപോലെ നമ്മൾ സെൽഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന ഭാഗം നോക്കിയാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഇതേപോലെ നൈൽ പോളിഷ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. തേങ്ങ ചിരകാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൂണ്ടെടുത്താലും മതി കേട്ടോ. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കും. നമ്മൾ കറിയിൽ എത്രത്തോളം ചേർത്തുന്നുണ്ടോ അതിനനുസരിച്ച് ബാലൻസ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് അരച്ചെടുക്കാം. സാധാരണ നിങ്ങൾ തേങ്ങ അരയ്ക്കാൻ എത്ര സമയം എടുക്കുന്നോ അതിൻ്റെ പകുതി സമയമേ ഇങ്ങനെ അരയ്ക്കുമ്പോൾ എടുക്കുള്ളൂ കേട്ടോ. അടുത്ത ടിപ്സ് നോക്കാം. നമ്മൾ ഇതുപോലത്തെ പയർ ഉപ്പേരി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ കൈവച്ച് പൊട്ടിച്ചെടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് അരിയും. ഈ കത്തി വെച്ച് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള പയറുമണികൾ മുറിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നമ്മൾ ഉപ്പേരിയുടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ പയർ കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ട് അതിൻ്റെ തുമ്പുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട്. 2 അറ്റവും തുമ്പ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു 8 വരുന്ന രീതിയിൽ ഇതേപോലെ പയറെടുക്കുക. നമ്മൾ ഒരു പയർ എങ്ങനെ പൊട്ടിക്കുന്നു അതേപോലെ തന്നെ ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ഒന്നിച്ച് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2-3 എടുത്തിട്ട് ഇതേപോലെയും പൊട്ടിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 5 മിനിറ്റിൽ നമുക്ക് ഈ പയറൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ദിവസവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് കൂടുതൽ ദിവസം ഉപയോഗിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റാണ് കേട്ടോ, ഇതുപോലത്തെ ഒരു നെറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൊതുക് വലയ്ക്കൊക്കെ ഉണ്ടാകുന്ന അതേ നെറ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചില കുട്ടികളുടെ ഉടുപ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇതേപോലത്തെ കനം കുറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ്, അതെടുക്കാം കേട്ടോ. ഇത് ഞാൻ 2 വലിയ പീസാണ്. ഇതിനെ ഇനി ഒന്നും കൂടി നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പീസാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 4 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരേ സൈസിലുള്ള 4 പീസ്. അപ്പോൾ അതിൽ 2 പീസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഇതേപോലെ തുന്നി കൊടുക്കാം. നമ്മൾ ഇപ്പോൾ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തത്. പെട്ടെന്ന് ജോലി കഴിയുന്നതിന് വേണ്ടി ഞാൻ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തത്. കൈ വെച്ച് തുന്നിയാലും മതി കേട്ടോ. പെട്ടെന്ന് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് സൂചി നൂലും ഉപയോഗിച്ച് തുന്നാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ 2 കുഞ്ഞു ബാഗുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരേ സൈസാണ് കേട്ടോ. അപ്പോൾ 2 കുഞ്ഞു ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ബാഗിനെയും കൂടി നമ്മൾ ഒരൊറ്റ ബാഗ് പോലെ ആക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ 3 ഭാഗം കേട്ടോ, 4 ഭാഗമില്ല 3 ഭാഗവും ചുറ്റിലും അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ 2 ബാഗും ഒന്നായിട്ടിരിക്കും. ഇപ്പോൾ 2 തനിയെ നിൽക്കില്ലേ, അത് 2 കൂടി ഈ സ്റ്റിച്ചിങ് കൊടുക്കുന്നതോടുകൂടി ഒരു ഒറ്റ ബാഗായിട്ട് മാറും. ഞാൻ ഇതുപോലെയാണ് കേട്ടോ തുന്നി കൊടുത്തിരിക്കുന്നത്. തുന്നി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പം 2 ബാഗും കൂടി ചേർന്നിരുന്നിട്ട്
ഒരൊറ്റ ബാഗായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 3 അറകളുണ്ടാവും. സെൻറ്ററിൽ ഒന്ന് ഉണ്ടാവും, 2 ഇതിൻ്റെയും ബാഗും കൂടി ചേർന്നത് കാരണം അവിടെ ഒരു അറയും പിന്നെ തനിയെ ബാഗിൻ്റെ ഓരോ അറകളും. അപ്പം അങ്ങനെ മൊത്തം 3 എണ്ണം ഉണ്ടാവും. കൈ വെച്ചിട്ടും ഈസി ആയിട്ട് തുന്നിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കവർ, നമ്മൾ നല്ല തിക്കായിട്ടുള്ള റഫായിട്ടുള്ള കവർ എടുക്കരുത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കവറുകൾ എടുക്കാം. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കവർ സോഫ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കവറുകൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കവറുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഭാഗം ഉണ്ടാവും, അവിടെ കുറച്ച് ഹാർഡായിട്ട് നിൽക്കില്ലേ, അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവറിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഇന്ന ഷേപ്പ് എന്നൊന്നുമില്ല, ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തിട്ടുള്ള കവറിനെ വീണ്ടും ഞാൻ നന്നായിട്ട് ചെറുതാക്കി എടുക്കുകയാണ്. നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഇഷ്ടത്തിന് ഷേപ്പൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കവറിൻ്റെ പീസുകളെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാഗില്ലേ അതിൻ്റെ ഓരോ സൈഡിലും സെൻറ്റർ ഭാഗത്ത് ഫില്ല് ചെയ്യരുത്, 2 സൈഡിലായിട്ട് വരുന്ന അറകളിൽ ഫുള്ളായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ പീസുകൾ നിറച്ച് കൊടുക്കാം. സെൻറ്ററിൽ നമുക്ക് കാലിയായിരിക്കണം കേട്ടോ, അതിനകത്ത് നമ്മൾ കവർ വെക്കരുത്, അതിന് ബാക്കിയുള്ള 2 ഭാഗത്തുമാണ് വെക്കേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിന് സെൻറ്ററിൽ നമുക്കൊരു പോക്കറ്റ് ഉണ്ട്, 2 സൈഡിലും ഉണ്ട്, അപ്പോൾ സൈഡിൽ വെച്ച് കൊടുക്കുക. ഈ കവർ പീസുകൾ നിറച്ചിട്ടുള്ള ബാഗിനെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. കൈ വെച്ച് തുന്നിയാലും മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ഭാഗം നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന രീതിയിൽ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഉള്ളിലൂടെ ത്രെഡ് ഇടാനായിട്ട് അല്ലെങ്കിൽ ഒരു പിന്ന് പോകുന്നതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ട് വേണം കേട്ടോ ഇനി ഇത് മെഷീനിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തുന്നാനായിട്ട്. ഞാനപ്പോൾ അതാ ഇതുപോലെയാണ് തുന്നിയെടുത്തിട്ടുള്ളത്. ഞാൻ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ തുന്നുന്ന സമയത്ത്, അതിനുള്ളിലൂടെ നമുക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യാണ്ട്, അതിന് വേണ്ടിയുള്ളൊരു ഗ്യാപ്പും കൂടി കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഇതിന് നമ്മളൊരു മടക്കിയിട്ട് തുന്നിയിട്ടില്ലേ, അതായത് ഒരു പിന്ന് കുത്തിയതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പൗച്ച് പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള നമ്മളുടെ ഈ ത്രെഡ് ഒന്ന് ഊരി പോരാതിരിക്കാനായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. നമുക്ക് ലൂസ് ചെയ്യാനും ടൈറ്റ് ആക്കാനും ഒക്കെ ഈ ത്രെഡ് സഹായിക്കുകയും ചെയ്യും. ഈ പൗച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഏത് തന്നെയാണെങ്കിലും അതെടുക്കുക, നന്നായിട്ടൊന്ന് ഇതേപോലെ കത്തി വെച്ചിട്ടപ്പോൾ ചീകുന്നതെന്ന് ഒരു ചോപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകിയെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ചീകിയെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് ഇതെല്ലാം ഒരു സോപ്പ് അങ്ങനെ ഫുൾ ചീകി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഡപ്പയിലാക്കി വെക്കണമെന്ന് നമുക്ക് കുളിക്കുന്ന സമയത്ത് ഒരു അല്പം എടുത്തിട്ട് നമ്മൾ ഈ പൗച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനതൊന്ന് വെള്ളം നനച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് നമ്മൾ സോപ്പ് ഇതേപോലെ ആക്കുന്ന സമയത്ത് നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒരല്പം സോപ്പ് എടുത്തിട്ടുള്ളൂ, നല്ലതുപോലെ പത വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു നേരം കുളിക്കാനുള്ള സോപ്പ് ഒരല്പേ വേണ്ടി വരുള്ളൂ കേട്ടോ. നല്ലതുപോലെ പത കിട്ടുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറായത് കാരണം നല്ല പതഞ്ഞ് വരും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പീസുകളുള്ളത് കാരണമാണ് ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.